കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. എന്റെ ഗതിയോ ഇങ്ങനെയായി. ഇനിയിപ്പോ നിന്റെയൊക്കെ ഗതി എന്താവുന്നോ എങ്ങനെയാവുന്നോ ആർക്കറിയാം. എന്നെ ആരും തൊടാൻ പാടില്ല. ഈ വർഷത്തിൽ തന്നെ ഞാൻ ഏറ്റവും അധികം കാത്തിരുന്ന ഇന്ത്യൻ സിനിമ റിലീസുകളിൽ ഒന്നുകൂടിയായിരുന്നത്. ആൻഡ് ഐ ആം കംപ്ലീറ്റ്ലി ഡിസപ്പോയിന്റഡ്. KGF ഒരു 100-ലൊന്നും പോലുമില്ല. സോ ഐ കംപ്ലീറ്റ്ലി ഡിസാറ്റിസ്ഫൈഡ് എന്ന് പറയാം. താനാണ് ഇതിനൊക്കത്തിനും കാരണം. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. സിനിമയുടെ എക്സിക്യൂഷൻ, അതിന്റെ മേക്കിങ്ങിലാണ് ഒരുപാട് വിഷയങ്ങൾ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. റോക്കി ബൈ ജസ്റ്റ് ഒരു ചുറ്റികയിൽ പിടിക്കുമ്പോൾ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, അത് തന്നൊരു ഡയറക്ടറായിരുന്നു പ്രശാന്ത്. അങ്ങനത്തെ ഒരു സീൻ പോലും ഇതിലില്ല, ഒരു ഹൈ മൊമെന്റ് പോലും ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാക്ക് വിളച്ചൊന്ന് പറയടാ. എന്നാ ഉണ്ട്, ഒരു സാധനം ഉണ്ട്. ഒരുപാട് സീനുകൾ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ബിൽഡപ്പ് മാത്രമാണ് പടം. കാരണം ആക്ഷൻ സീക്വൻസുകളിൽ ഉറക്കം വന്ന ഈ വർഷം കണ്ടതിൽ ഒരു സിനിമ എനിക്ക് തോന്നി. ഒരു 60 സെക്കൻഡ് ഉണ്ടെങ്കിൽ അതിൽ ഓരോ സെക്കൻഡിലും ഓരോ കട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു 150 മിനിറ്റാണ് ഈ സിനിമയെങ്കിൽ ഒരു 5000 കട്ടുണ്ടാവും. ഒരു സാധനം പോലും ആൾക്കാർ കാണുന്നുണ്ട്. അവന്മാർക്ക് ചേഞ്ച് വേണോ അത്രേ. ആ തെണ്ടുകൾക്ക് നമുക്ക് ചേഞ്ച് കൊടുക്കാം. എല്ലാവരും കയ്യകലത്തല്ല, ഒരു 500 കിലോമീറ്റർ അപ്പുറത്താണ് നിൽക്കുക. അവരൊക്കെ ആരോ എന്തോ എന്തൊക്കെയോ കാണിക്കുന്നു. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് എന്നെ പറ്റി. അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായമാണ്. സ്റ്റാർക്ക് ഫാമിലി ഒന്ന് ഓർക്കുക. റോബ് സ്റ്റാർക്കാണല്ലോ നമുക്ക് ഏറ്റവും ആദ്യം തുടങ്ങുന്നത്. അവിടെ മുതൽ ഇങ്ങോട്ടുള്ള സെയിം കഥ എടുത്ത് ഇങ്ങോട്ട് വെക്കുക. ഓ, ഇത് ഇസ്കിയതാണല്ലേ മോഷണം. വേണമെങ്കിൽ അങ്ങനെയും പറയാം. ട്രോളന്മാർക്ക് ഒട്ടും സങ്കടപ്പെടാനില്ല. തലങ്ങും ബലങ്ങും ട്രോളാനുള്ള സാധനം അതിനകത്ത് പലയിടത്തായിട്ട് കിടപ്പുണ്ട്. മതി, ഇത് മതി, ഇത് ധാരാളം മതി. അങ്ങനെ നാട്ടുകാരുടെ മുൻപിൽ താൻ ഒരു വഷളനാക്കി, ഒരു നിഷ്ഠൂരനാക്കി. തൃപ്തിയായില്ലേ എനിക്ക്? പോയി പണി നോക്കണോ? സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. അപ്പൊ ഞാൻ ഇറങ്ങാം, 2 ദിവസം കഴിഞ്ഞ് വരാം.